നിങ്ങളെ ഗുരുവിന്റെ ഗുരു മഹാനരായ ശംസുൽ ഉലമ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ സുന്നിയല്ല. ആ പറഞ്ഞത് പിന്നീട് കാലം തെളിയിക്കുകയാണ്. ഇപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിനെ എങ്ങനെയൊക്കെയാണോ വഹാബി വന്നിട്ട് നിന്ദിച്ചത് അതേ ശൈലി നമ്മളിവിടെ കാണില്ലേ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇത് പറയുന്ന ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പിഴച്ച വാദിക്കുന്നത്. അയാളെ നാവ് പിഴച്ച നാവാണ്, നശിച്ച നാവാണ്, അയാൾ ലക്ഷണം കെട്ടവനാണ്. അയാളോട് വ്യക്തിപരമായിട്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടോ, ഒരു പ്രശ്നമില്ല. വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് നമുക്ക് അയാളോട് ഒരു പ്രശ്നമില്ല. നമ്മളെ പ്രശ്നം എന്താണ്? ദീനിയായ ആദർശപരമായ വിഷയം. അള്ളാഹുവിന്റെ റസൂലിന് നിഴലുണ്ട് എന്ന് 2013 നവംബർ മാസം 28-ാം തീയതി കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്ത് വെച്ച് സുന്നി സമ്മേളനം എന്ന പരിപാടി സംഘടിപ്പിച്ച് അതിൽ പച്ചയായി ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് തങ്ങളുടെ മുസ്നദിലെ ഹദീസ് പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നൂറും മിൻ നൂരില്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഐനുൻ നൂറായ മുഹമ്മദുർ റസൂലുള്ളാഹ്, നൂറുൻ അലാ നൂർ മുഹമ്മദുർ റസൂലുള്ളാഹ്, അസ്ലുൻ നൂറായ മുഹമ്മദുർ റസൂലുള്ളാഹ്, നൂറും മുജസ്സം മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകത്ത് അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ച സൃഷ്ടി നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹ്ക്ക് നൂറിനെ വിപരീതമായി ലില്ലുണ്ട്, നിഴലുണ്ട് എന്ന് വഹാബി വാദിച്ച അതേ വാദം ഇയാൾ 2013 നവംബർ മാസം 28-ാം തീയതി നാദാപുരത്തെ സുന്നി സമ്മേളനത്തിൽ വെച്ച് വാദിച്ചു. അത് പിഴച്ച വാദമാണ്. ആ വാദിച്ച വാദം ഇപ്പൊ 2026 13 കൊല്ലം പൂർത്തിയാകാൻ പോവാ. ഇന്ന് വരെ അയാൾ തിരുത്തിയിട്ടില്ല. അയാളിപ്പോ കഴിഞ്ഞ ദിവസം ഒരു ഒരാളെ വിളിച്ചിട്ട് തൗബ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്ന രൂപമൊക്കെ ഉണ്ട്. എന്താണ് ഇതൊന്നും മൂപ്പർക്ക് ബാധകല്ല, ഇതൊന്നും മൂപ്പർക്ക് ബാധകല്ല. ഇതാ ഞങ്ങൾ പറയുന്നത് അഭിസാരികയുടെ സാരോപദേശം അല്ല. മലയാളത്തിൽ പറഞ്ഞാൽ ഇയാൾക്ക് ഇതൊന്നും ബാധകല്ല. ഇയാൾ അതിനേക്കാളും അപകടമുള്ള വാദവാദിച്ച് റസൂലുള്ളാഹിക്ക് നയലുണ്ട്. ഇത് പറയുന്ന ആളുടെ നാവ് നശിച്ച നാവോ നല്ല നാവോ, ദുഷിച്ച നാവോ നല്ല നാവോ, ഇയാള് ലക്ഷണം ഒത്തവനോ ലക്ഷണം കെട്ടവനോ നിങ്ങൾ തീരുമാനിക്കും. സമൂഹം വിലയിരുത്തി. അല്ലാഹുവിന്റെ റസൂലിനെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ, അത് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കണ്ടാൽ അത് പിശാചായേക്കാം. ഈ വാദം ലക്ഷണം ഒത്തവാദമോ ലക്ഷണം കെട്ടവാദമോ? ഇത് പറഞ്ഞ നാവ് നല്ല നാവോ നശിച്ച നാവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ ഈച്ചയിരിക്കുമെന്ന് പറഞ്ഞ വാദം ലക്ഷണം ഒത്തവാദമോ ലക്ഷണം കെട്ടവാദമോ? അത് പറഞ്ഞ നാവ് നല്ല നാവോ ദുഷിച്ച നാവോ? ഹബീബരായ തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമായ ഷഅർ മുബാറക്ക് തീയിലിട്ടാൽ കരിയും എന്ന് പറഞ്ഞ വാദം ലക്ഷണം ഒത്തവാദമോ ലക്ഷണം കെട്ടവാദമോ? അത് പറഞ്ഞ പേരോടിന്റെ നാവ് നല്ല നാവോ നശിച്ച നാവോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹായിച്ചു എന്ന് പറയുന്നത് അദബല്ല എന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന് വിരുദ്ധമായ വിസർജ്യം നടത്തിയ പേരോടിന്റെ നാവ് നശിച്ച നാവോ നല്ല നാവോ? അയാളുടെ വാദം ലക്ഷണം ഒത്തവാദമോ ലക്ഷണം കെട്ടവാദമോ? അയാൾ ലക്ഷണം ഒത്തവനോ ലക്ഷണം കെട്ടവനോ? ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർവാധികാരങ്ങളും അല്ലാഹു നൽകി ആദരിച്ച ഇന്നാ അഅ്തൈനാകൽ കൗസർ, അവിടത്തേക്ക് സർവ്വ അനുഗ്രഹങ്ങളും തന്നു കഴിഞ്ഞു നബിയെ എന്ന് അല്ലാഹു പ്രഖ്യാപിക്കുന്നു. കിട്ടിയ മുത്തു റസൂൽ പറയുന്നു, ഇന്നി ഉഅ്തീതു മഫാത്തിഹ ഖസാഇനിൽ അർളി വസ്സമാ, ആകാശഭൂമികളിൽ എന്തെല്ലാം ഖജാനകളുണ്ടോ അതിന്റെ മുഴുവനും താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ട് കഴിഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഒന്നിനും കഴിയാതെ അവശനായി കുഴഞ്ഞു കിടക്കുന്ന വാപ്പയെ പോലെയാണ് എന്ന് ലോകരാജാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞ പേരോടിന്റെ നാവ് നല്ല നാവോ നശിച്ച നാവോ? ഇത് പറഞ്ഞ പേരോട് ലക്ഷണം കെട്ടവനോ ലക്ഷണം ഒത്തവനോ?
ചിന്തിക്കൂ പ്രിയപ്പെട്ട നിഷ്പക്ഷമതികളെ, ഇതല്ലേ ഞങ്ങൾ പറയുന്നത്? ഇങ്ങനെ ഏതൊക്കെ രൂപത്തിൽ ആ റസൂലുള്ളാഹിയുടെ പിന്തുടർച്ചക്കാരായി വന്ന വാരിധീങ്ങളായ മഹാന്മാരെ സംബന്ധിച്ച് മുഹിയുദ്ദീൻ ശൈഖ് സഹായിച്ചു എന്ന് പറഞ്ഞാൽ അതബല്ല, ബദരീങ്ങൾ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അതബല്ല, മടവൂർ ശൈഖുന ഖുതുബുൽ ആലം അല്ല. ശൈഖുനായെ കുറിച്ച് മുദബ്ബിറുൽ ആലം എന്ന് പറയുന്നത് അത് തൗഹീദിനെതിരാണ്. എല്ലാ കറാമത്തും പറയാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങിയ ഡസക്കണക്കിന് ആദർശ വിരുദ്ധതയുടെ ആദർശ വൈകൃതങ്ങളുടെ ഘോഷയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വൃത്തികേടുകൾ നാവിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ നാക്കിന്റെ ഉടമയുടെ നാവ് നല്ല നാവോ നശിച്ച നാവോ? ഇത് പറയുന്ന വ്യക്തി ലക്ഷണം ഒത്തവനോ ലക്ഷണം കെട്ടവനോ? അത് പറയുമ്പോ ഞങ്ങളോട് ഹാലളയിട്ട് കാര്യല്ല. ഈ പിഴവുകൾക്ക് മുഴുവനും വഹാബീസത്തിന് വഴിമരുന്നിട്ട് കൊടുത്ത അവരുടെ ആശയ സ്രോതസ്സാകുന്ന ഇബ്നു തൈമിയയെ വെള്ളപൂശുന്ന പേരോടിന്റെ നാവ് നശിച്ച നാവോ നല്ല നാവോ? ഇത് പറയുന്ന പേരോട് ലക്ഷണം കെട്ടവനോ ലക്ഷണമൊത്തവനോ? ഇത് ഞങ്ങൾ പറയുമ്പോ ഞങ്ങളോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യല്ല. അത് വളരെ വൈകാരികമായി തന്നെ ഞങ്ങൾ പറയും. അത് പറഞ്ഞു നോക്കുമ്പോ ഇപ്പൊ മൂപ്പർക്ക് സംഘടനയുടെ ഔദ്യോഗിക തലങ്ങളിൽ നിന്നൊന്നും മൂപ്പരെ ന്യായീകരിക്കാൻ ആരും വരുന്നില്ല. ഔദ്യോഗിക തലങ്ങളിൽ ഇപ്പോ വണ്ടൂരിനെ പോലെയുള്ള സൈദ്ധാന്തികർ പറയുന്നത് ഈ കച്ചവടത്തിൽ നമുക്ക് നഷ്ടാണ് കേട്ടോ, ഈ കച്ചവടത്തിൽ നമുക്ക് നഷ്ട, ഇത് കുരുവട്ടൂരികൾക്ക് മൈലേജ് കൂട്ടുകയാണ് കേട്ടോ, ഇത് അവരടിച്ചു കയറുകയാണ് കേട്ടോ, വെറുതെ പേരോടിനെ വെളുപ്പിക്കാൻ പോകണ്ട കേട്ടോ. പക്ഷേ പേരോട് ഇപ്പുറത്തു കൂടി എന്ത് ചെയ്തു? സംഘടനാ തലത്തിലൂടെ മൂപ്പർക്ക് മൈലേജ് കിട്ടില്ല എന്ന് കണ്ടപ്പോ മൂപ്പര് കുറച്ച് കുഞ്ഞാടുകളെ വിലക്കെടുത്തു. എന്നിട്ട് റീച്ചുള്ള മൗലവിമാരെ പ്രത്യേകം സെലക്ട് ചെയ്തു. വ്യൂസും സംഭവം ഫ്യൂസ് ഇല്ല, വ്യൂസും റീച്ചും അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ ഒന്നിങ്ങനെ കുറച്ച് റോസ്റ്റ് മൗലവിമാരെ വിലക്കെടുത്തു. അങ്ങനെ സംഘടനയ്ക്ക് യാതൊരു ബന്ധമില്ല. ഈ ഇബ്നു തൈമിയയുടെ വിഷയമൊക്കെ വന്നപ്പോ ചില മൗലവിമാർ ഇപ്പൊ പേരോണ്ട് ന്യായീകരിക്കാൻ വേണ്ടി വന്ന ചില മൗലവിമാരോട് അന്ന് ചിലവർ ചോദിച്ചു. ഇത് ഞാൻ പറയുമ്പോ ആ മൗലവിക്ക് ശരിക്കും തിരിയണ്ടാവും, എന്താപ്പ മൂപ്പരി കാട്ടിയത്, എന്താപ്പ ഇബ്നു തൈമിയയുടെ വിഷയത്തിൽ ഉണ്ടായത്? അപ്പൊ മൂപ്പരെന്ന് പറഞ്ഞ മറുപടി എന്താ അറിയോ? ഇബ്ലീസ് മൗലവി പറഞ്ഞ മറുപടി എന്താ അറിയോ? അന്ന് മൂപ്പര് പറഞ്ഞു, നമ്മളിപ്പോ എന്താ ചെയ്യാ, എന്ത് വർത്താനപ്പ ഈ പേരോട് പറഞ്ഞ്. അന്ന് മൂപ്പര് പറഞ്ഞു, എന്ത് വർത്താനപ്പ പേരോട് ഉസ്താദ് പറഞ്ഞ്, പിടുത്തം വിട്ടല്ലോ. ഇപ്പൊ ആളാണ് ഉളുപ്പില്ലാതെ ന്യായീകരിക്കാൻ വരുന്നത്. അപ്പൊ അങ്ങനത്തെ അനൗദ്യോഗികമായ കുറച്ചാളുകളെ വിലക്കെടുത്ത്, കുറച്ച് കുഞ്ഞാടുകളെ വിലക്കെടുത്തിട്ട് പറയാണ്, അതിനിപ്പോ പെയ്ഡ് പ്രൊമോഷൻ ആയാലും വേണ്ടില്ല, 2 ദിവസം ഞാനൊന്ന് നിറഞ്ഞാടട്ടെ സോഷ്യൽ മീഡിയയിൽ. അവന്റെ കുഞ്ഞാപ്പോ ഈ ഒരു അവസ്ഥയിൽ ആയില്ലേ? എന്തേ സംഭവിച്ചത്? അല്ലാഹുവിന്റെ റസൂലിനെ തൊട്ടു. ആദ്യം തൊട്ടതാരേ? ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു സിറാ. മടവൂരി ശൈഖുനയെ തൊട്ടു. അസ്ഹാബുൽ വഖ്തുകളായ മശായിഖന്മാരെ തൊട്ടു. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇതൊരു നീണ്ടു കിടക്കുന്ന ചങ്ങലയാണ്. ഒരു കണ്ണിയെ തൊട്ടാൽ അങ്ങേ അറ്റത്തുള്ള ലോകരാജാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ എത്തും. എല്ലാം ഇളകും. അതപ്പോ സംഭവിച്ചത്, അതാപ്പോ അവിടെ സംഭവിച്ചത്. അത് നമ്മൾ ശക്തമായിട്ട് പറഞ്ഞു. അതിനിപ്പോ നിങ്ങൾ എങ്ങനെ വെളുപ്പിക്കാൻ ഇറങ്ങിയിട്ടും കാര്യമല്ല, അതിന് നിങ്ങൾ പെയ്ഡ് പ്രൊമോഷൻ നടത്തിയിട്ടും കാര്യമല്ല, ഏതൊക്കെ രൂപത്തിലുള്ള ഫോട്ടോ ചിത്രീകരിച്ചിട്ടും കാര്യമല്ല, ആരൊക്കെ വായാടികളായി രംഗത്ത് വന്നിട്ടും കാര്യമല്ല. അതിന് ആയുസ് ഉണ്ടാവില്ല. അത് 2 ദിവസം, കൂടിയ 2 ദിവസം അത് കഴിഞ്ഞല്ലോ. ഇപ്പോ ഞങ്ങളെ മശായിഖന്മാരെ മദ്ഹ് പറയണത് അത് പെയ്ഡ് പ്രൊമോഷൻ അല്ലത്. അത് ഞങ്ങളെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന്, ഞങ്ങളുടെ രക്തത്തിലും മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്നവരാണ് ഞങ്ങളെ മശായിഖന്മാർ. ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളെ മശായിഖിന്റെ മഹത്വം പറയില്ലേ? അത് കാട്ടിക്കൂട്ടല്ല, ഉപരിപ്ലവമല്ല, അത് ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന ഹൃദ്യമാണത്, ഹൃദയസ്പർശിയാണത്.
അതിങ്ങനെ എടാ മക്കളെ എന്റെ കാര്യം കട്ട പോകായിക്കണ്ട, ഒന്ന് സലാമത്താക്കിയടാ, കണ്ടില്ലടാ കുട്ടികൾ പറയണത് എന്തൊക്കെ എന്നെ പറ്റി പറയണത്, ഒന്ന് ഇറങ്ങിയടാ മക്കളെല്ലാരും കൂടിയിട്ട്, സംഘടനയാണെങ്കിൽ ഈ കോലത്തിലാണ്, എന്നാ നിങ്ങളെങ്കിലും ഇന്നൊന്ന് സഹായിക്കും, തിരിച്ചിങ്ങൾക്കും വേണ്ടൊക്കെ ഞാനും ചെയ്തുതരാ. അടുത്തങ്ങളെ സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു പോസ്റ്റൊക്കെ അങ്ങക്കും തരാ. നടക്കൂല, അതിനൊന്നും ആയുസ് ഉണ്ടാവൂല. അപ്പൊ നമ്മളത് ശക്തമായ രൂപത്തിൽ പറയും.